രജനി ചിത്രം കൂലി ആദ്യ മണിക്കൂറിൽ തന്നെ കോടികളുടെ ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ബുക്കിംഗ് ആരംഭിച്ച് 24 മണിക്കൂറിനടുത്ത് അടുക്കുമ്പോൾ ചിത്രം 4 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത്. ഇതോടെ റെക്കോർഡുകൾ തിരുത്തി എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് ചിത്രം. അങ്ങനെ റെഡി ആയിക്കോളൂ, തിയേറ്റർ ഇളക്കിമറിക്കാൻ കൂലി എത്തുകയാണ്. അപ്പോൾ ആഘോഷിക്കാൻ ആരാധകരും സജ്ജമാണ്. കൂലി ട്രെയിലർ എപ്പിടി ഇരിക്ക് എന്ന് ചോദിച്ചാൽ ആരാധകർ പറയും 100% ഓക്കെ എന്ന്. അപ്പോൾ സിനിമ പറയണ്ടല്ലോ. കൂലി ഇത്തവണയുണ്ടാക്കിയ ഹൈപ്പ് അതാണ്. ഇനി തലൈവർ ഭരിക്കുമെന്ന് ഉറപ്പാണ്. കുതിച്ചുകൂലി മുന്നേറുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിൽ കേരളത്തിൽ നിന്ന് മാത്രം കോടികളാണ് ചിത്രം സ്വന്തമാക്കിയത്. മാത്രമല്ല, ബുക്കിംഗിൽ ചുട്ടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റുപോകുന്നതും. ഇത്തവണ രജനീകാന്ത് തിയേറ്ററുകൾ തൂക്കുമെന്നും ഉറപ്പാക്കാം. പൊരിഞ്ഞ പോരാട്ടമായിരുന്നുവെന്ന് ആരാധകരും പറയുന്നു. കാരണം അത്രത്തോളം തിരക്ക് തന്നെയാണ് നമ്മൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലും കാണാൻ സാധിച്ചത്. തീർത്തും ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന പക്ക രജനീകാന്ത് ഷോ തന്നെയാണ് ചിത്രം. ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമായ കൂലി ഓഗസ്റ്റ് 14-നാണ് ലോകമെമ്പാടും പ്രദർശനത്തിന് എത്തുന്നത്. ചിത്രത്തിലെ കടുത്ത വയലൻസ് രംഗങ്ങൾ കണക്കിലെടുത്ത് A സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതെന്നും അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇതോടുകൂടി തന്നെ രജനിയുടെ സിനിമകളിൽ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ കൂലി തന്നെയാണ്. കൂടാതെ 38 വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തും സത്യരാജും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും കൂലിക്കുണ്ട്. കൂലി കേരളത്തിൽ മാത്രം 500 സ്ക്രീനുകളിലാണ് എത്തുന്നത്. 350 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച കൂലി ഈ വർഷം ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ ഒന്നുകൂടിയാണ്. സിനിമയ്ക്ക് മേലുള്ള ആരാധകരുടെ പ്രതീക്ഷയും വിശ്വാസവും വാനോളമാണ്. ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗിൽ അതുതന്നെയാണ് പ്രതിഫലിക്കുന്നത്. സിനിമ നേടുന്ന കോടികളുടെ കണക്കുകളാണ് സോഷ്യൽ മീഡിയയിലെയും പ്രധാന ചർച്ചാ വിഷയവും. ബുക്കിംഗ് ആരംഭിച്ച് 24 മണിക്കൂറിനടുത്തടുക്കുമ്പോൾ ചിത്രം 4 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത്. നിലവിൽ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ സിനിമകളിൽ 3-ാം സ്ഥാനത്താണ് കൂലി. മോഹൻലാൽ ചിത്രമായ എമ്പുരാനാണ് ടിക്കറ്റ് വിൽപ്പനയിൽ 1-ാം സ്ഥാനത്ത്. വിജയ് നായകനായി എത്തിയ ലിയോ ആണ് 2-ാം സ്ഥാനത്തുള്ളത്. ഈ റെക്കോർഡുകളെ കൂലി മറികടക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചയും. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചതു മുതൽ ബുക്കിംഗ് ആപ്പുകളിൽ ആരാധകരുടെ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടതും. കൂലിയുടെ ആദ്യ പ്രദർശനം ഇന്ത്യൻ സമയം പുലർച്ചെ 4:01 ആരംഭിക്കും. കേരളത്തിൽ രാവിലെ 6 മണി മുതലാണ് കൂലിയുടെ ആദ്യ ഷോ ആരംഭിക്കുക. HM അസോസിയേറ്റ്സ് ആണ് സിനിമ കേരളത്തിൽ എത്തിക്കുന്നത്. കബാലയ്ക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനമെന്നാണ് കൂലിയിലെ രജനീകാന്തിന്റെ അഭിനയത്തെ വിശേഷിപ്പിക്കുന്നത്. ശ്രുതിഹാസനാണ് ചിത്രത്തിലെ പ്രധാന ഹൈലൈറ്റ് എന്നും ഒരു വിഭാഗം പറയുന്നു. നാഗാർജുനയാണ് കൂലിയുടെ നട്ടെല്ലും. അതിഥി വേഷത്തിലെത്തുന്ന അമീർ ഖാന്റെ പ്രകടനം തിയേറ്റർ പൂരപ്പറമ്പാക്കുമെന്നും ഉറപ്പിക്കാം. എന്തായാലും ചിത്രം ആരാധകർക്ക് വലിയൊരു സർപ്രൈസ് തന്നെ സമ്മാനിക്കുമെന്നും പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് 14-ന് രാവിലെ 6 മണി വരെ ഫസ്റ്റ് ഷോ കാണാൻ ഇനി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. അപ്പോൾ അറിയാം കൂലിയിലെ രജനീകാന്തിന്റെ ആറാട്ടും ലോകേഷ് ഒരുക്കിവെച്ച സമ്മാനവും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.